ഈ മൂക്കയറിടാനൊക്കെ അറിയാല്ലേ? ഇവിടെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ മൂക്കയറിടാനൊക്കെ ഇവനെയാണ് വിളിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക്. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മയിലാണ് കേട്ടോ. അപ്പം ഇന്ന് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കൊച്ചു ചെറുക്കനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആള് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് പറയുന്നത് പഠിക്കുന്നൊരു കൊച്ചുകുട്ടിയാണ്, പക്ഷെ നല്ലൊരു മൃഗസ്നേഹിയാണ്. ആടും പശുവും കോഴിയും ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് കേട്ടോ, നമ്മുടെ അടുത്തൊക്കെ തന്നെയുള്ളതാണ്. അപ്പം ഇതുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുകയും ഇതുങ്ങളെ നമ്മൾ ഈ വലിയ പാപ്പന്മാർ ആനയെ കൊണ്ടു നടക്കണ പോലെയാണ് ഇവൻ ഈ പശുക്കളെയൊക്കെ കൊണ്ടു നടക്കുന്നത്. കാര്യം അതിൻ്റെ ചോട്ടി നിൽക്കാനുള്ളതേ ഉള്ള ആൾ. അപ്പം അതുമാത്രമല്ല, രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പ് ഇതുങ്ങളെ കുളിപ്പിച്ച് ഇതുങ്ങളെ കാര്യങ്ങൾ മൊത്തം നടത്തിയിട്ട് പഠിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് വീണ്ടും അതിൻ്റെ പുറകെ നടക്കുന്നു, പഠിക്കുന്നു. അങ്ങനെയുള്ള ആ ഓട്ടപ്പാച്ചിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും നമ്മൾ ഈ ഇവൻ്റെ വീഡിയോ ഒന്ന് നമ്മളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ട്രിപ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ, ആളിത്തിരിയേ ഉള്ളൂ. ഇതിൻ്റെ പേരെന്താണ്? അജ്മൽ. എത്രയാണ് പഠിക്കണേ? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ 9ാം ക്ലാസ്സിൻ്റെ പരുവമൊന്നും ആളില്ല. അപ്പം നമ്മളിങ്ങനെ ഇതുവഴിയൊക്കെ ഈ വണ്ടിയിലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഈ കാഴ്ചകൾ. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇവനെ പൊക്കി ഇതൊന്ന് നമുക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ വരുമ്പോഴൊക്കെ നീ ഇതുങ്ങളുടെ പുറകെ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ കാണാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇതുങ്ങളോടൊക്കെ ഇത്ര ഇഷ്ടമാണോ? കൊച്ചിലെ എനിക്ക് ഇതുണ്ട്, പിന്നെ ജീവനാണ് ആണല്ലേ? കുഞ്ഞിലോട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്നൊന്നും ഇല്ലല്ലോ, ആട് കോഴി അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാത്തിനും ഇഷ്ടമാണ്. അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? ഇത് നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇണങ്ങുകയും അങ്ങനെയൊക്കെ. സ്നേഹം കാണിക്കണോണ്ടാണ്. നിങ്ങൾക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കണേ? ഇപ്പൊ അടുത്ത പുല്ലുണ്ടായിരുന്നു, ഇവിടെ വെള്ളം കയറിക്കൊണ്ട് ദൂരെ പോയി ചെത്തുകയും ചെയ്യും. പിന്നെ അങ്ങ് പോയി കാലിത്തീറ്റ എടുക്കുകയൊക്കെ ചെയ്യും. ആണല്ലേ? എവിടെ? മിൽമയിലാ? കൊച്ചാണോ പോണോ? എങ്ങനെ? സൈക്കിളിൽ പോയിട്ട് അവിടെ ഓട്ടോ കയറ്റി കൊണ്ടുവരും അല്ലേ? ഇതുങ്ങൾക്ക് എല്ലാത്തിനും കൂടി വെള്ളം. പുല്ലൊക്കെ എവിടെ നിന്നൊക്കെ പോയി വെട്ടണ? പുല്ലിപ്പോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ വെള്ളം കയറിയോണ്ട് പിന്നെ ദൂരെ പോയി ചെത്തിക്കൊണ്ടുവരും. സൈക്കിളിൽ പോയി പുറകെ വെച്ച് കെട്ടിക്കൊണ്ടുവരുവാ. പുറകെയൊക്കെ ഇങ്ങനെ നടന്നിട്ടേ ഈ പഠിത്തം മടുപ്പാകുന്നുണ്ടാ? ഇല്ലല്ല, പഠിക്കുന്നുണ്ടാ? ഈ സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയുണ്ട് പ്രോത്സാഹനമൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ? അവരറിയുന്നുണ്ടോ കൊച്ചു ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ? ഇത് അറിയാവാ? സാറിനൊക്കെ അറിയാമല്ലേ? അവരൊക്കെ വല്ലതും ചോദിക്കാറൊക്കെ ഉണ്ടോ? അവര് രാവിലെ എത്ര മണിക്ക് ഇങ്ങനെ കുളിപ്പിച്ചിട്ടൊക്കെ വരുമ്പോ താമസിക്കത്തില്ല എന്നൊക്കെ ചോദിക്കും. ഇത്ര നേരത്തെ എന്തിനാ വന്ന എന്നൊക്കെ ചോദിക്കും. ചില സമയത്ത് ഇതും കഴിഞ്ഞ് നേരത്തെ എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ ഈ വെളുപ്പിനെ ഇതിന്റെ പരിപാടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ആവുന്നതാണല്ലേ? അത് ശരി. ഇപ്പം ഓരോ ദിവസവും ഇതേപോലെ ഇതുങ്ങളെ കുളിപ്പിക്കുകയും ഭക്ഷണം കുടിക്കുകയും ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം വേറെ ഇതിനോട് കൂടുതൽ എന്തെങ്കിലും ഇനി ഇങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? എന്തെങ്കിലും കുറച്ച് 3-4 ഉള്ളു. എനിക്കൊരു വലിയ ഫാം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫാമാക്കി നടക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അത് ശരി. പിന്നെ തൊഴുത്ത് പോയി കിടക്കുകയല്ല ആണല്ലേ? ചോരനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, അത് റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആദ്യം ഒരു തൊഴുത്ത് റെഡിയാക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വലുതാക്കി നമ്മൾ വലുതാകുമ്പം ഇതൊരു ഫാമും ആണ്. അതാണ് ലക്ഷ്യം അല്ലേ? എന്തായാലും അതിന് സാധിക്കട്ടെ കേട്ടോ. അതേപോലെ തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. ഒപ്പം നമ്മുടെ ഇഷ്ടങ്ങളും അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം അതും ഒരു സൈഡിൽ നടന്നോളും. നമ്മൾ പഠിക്കാനുള്ള നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. ഒപ്പം ഇതുങ്ങളെ കന്നുകാലികളെയൊക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവിധ ആശംസകളും കേട്ടോ. നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം കേട്ടോ. അവന് എൻ്റെ പേരക്കുട്ടിയാണ്. 5 വയസ്സ് മുതൽ പശുക്കളോടുള്ള ആകാംക്ഷയാണ് അവന്. കുളിപ്പിക്കുകയും കാടി കൊടുക്കുകയും പിന്നെ കറക്കാൻ വരെ സഹായിച്ചു തരും എനിക്ക്. അതുപോലെ എൻ്റെ വീട്ടിലും ഇതുപോലൊന്നുമല്ല, വലിയ ഫാമും 10-20 പശുക്കളും അതിന് കറവക്കാരും ഒക്കെ ഉണ്ടെങ്കിലും ഈ മോൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ അഴിക്കുകയും കെട്ടുകയും കുളിപ്പിക്കുകയും എല്ലാ പണിയും ചെയ്യും. ഇതിനോട് നല്ല വാസനയാണ്. സ്കൂളിൽ പോകുന്നതിന് മുൻപ് കഴിവുള്ള ജോലികളൊക്കെ ചെയ്ത് തന്നിട്ടാണ് പോകുന്നത് പശുവിൻ്റെ. തിരിച്ച് വൈകുന്നേരം വന്നു കഴിഞ്ഞു അതേപോലെ പശുക്കളുമായിട്ടുള്ള മേലാണ്.
ഈ മൂക്കയറിടാനൊക്കെ അറിയാല്ലേ? ഇവിടെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ മൂക്കയറിടാനൊക്കെ ഇവനെയാണ് വിളിച്ചോണ്ട് പോണെന്ന് പറഞ്ഞ ഞങ്ങൾക്ക്. ശരിയാണോ? ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇതേപോലെ പശുവും പോത്തിൻ്റെയൊക്കെ ആവശ്യം, അവർക്കൊക്കെ എന്തെങ്കിലും സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മോനാണ് ചെന്ന് അല്ലേ പരിഹരിക്കണം എന്ന് പറഞ്ഞ കേട്ട് നമ്മളിങ്ങനെ ഡെയിലി കാണുന്നതാണ്. അപ്പം എന്തായാലും ഇവനൊരു 10 പേരെങ്കിലും ഇവൻ്റെ ഈ ഒരു വീഡിയോ അല്ലെ ഇവൻ ഈ പ്രായത്തിൽ ഇതുങ്ങളോട് കാണിക്കുന്നൊരു സ്നേഹവും ആ ചെയ്യുന്ന ആത്മാർത്ഥതയും ചെയ്യുന്ന പണികളൊക്കെ 10 പേര് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.